മൂന്നാം ക്ലാസ്സിലെ ഫിഖിഹിലെ 16ാമത്തെ പാഠം അത്തഹിയാത്ത് ഓതൽ. പാഠഭാഗം നോക്കാം. എല്ലാ നിസ്കാരത്തിലും അത്തഹിയാത്ത് ഓതേണ്ടതുണ്ട്. ഉസ്താദ് വിശദീകരിച്ചു തുടങ്ങി. അപ്പോഴേക്കും അൻവർ ചോദിച്ചു, എല്ലാ അത്തഹിയാത്തും നിർബന്ധമുള്ളതാണോ? അല്ല, നിർബന്ധമുള്ളതിനെ കുറിച്ച് പറയാം. ഉസ്താദ് തുടർന്നു. നിസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതേണ്ടതുണ്ട്. ഈ അത്തഹിയാത്ത് എല്ലാ അത്തഹിയാത്തും നിർബന്ധമുള്ളതാണോ? അല്ല, നിർബന്ധമുള്ളതിനെ കുറിച്ച് പറയാം എന്ന് ഉസ്താദ് പറഞ്ഞു. ഇനി ബാക്കി നോക്കാം. അവസാനത്തെ അത്തഹിയാത്ത്. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ പ്രത്യേക രീതിയിൽ ഇരിക്കൽ സുന്നത്താണ്. അത്തഹിയാത്ത് ഓതുമ്പോൾ അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തം എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇതിന് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നു. അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തത്തിന് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നു. വലത്തെ കാലിൻ്റെ വിരലുകളുടെ പള്ള നിലത്ത് കുത്തി ഇടതുകാലിൻ്റെ പാദം പുറത്തേക്ക് തള്ളിവെച്ച് ബാക്ക് ഭാഗം നിലത്ത് പതിഞ്ഞ രൂപത്തിൽ ഇരിക്കുന്നതിനാണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഈ ഇരുത്തം ശ്രദ്ധിച്ച് പരിശീലിക്കണം. 4 റക്അത്തോ 3 റക്അത്തോ ഉള്ള നിസ്കാരങ്ങളിൽ 3 റക്അത്തോ 4 റക്അത്തോ ഉള്ള നിസ്കാരങ്ങൾ ആദ്യത്തെ അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലൽ ശക്തിയായ സുന്നത്താണ്. ഈ നിസ്കാരങ്ങളിൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതലും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും ശക്തിയായ സുന്നത്താണ്. ആദ്യത്തെ അത്തഹിയാത്ത്, നബിയുടെ മേൽ സ്വലാത്ത്, അടുത്ത പാഠത്തിൽ അത്തഹിയാത്തിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കാണ്ട്, അപ്പോൾ നമുക്ക് പറയാം. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അവസാനത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞാൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കലും ഫർളാണ്. നിസ്കാരത്തിൻ്റെ ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കലും ഫർളാണ്. നബിയുടെ മേലുള്ള സ്വലാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ശക്തിയായ സുന്നത്താണ്. നബിയുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അതിനുശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത്, അതിൻ്റെ ബാക്കി ഭാഗം ഇന്നക ഹമീദും മജീദ് വരെ, അത് ചൊല്ലൽ ശക്തിയായ സുന്നത്താണ്. അതു കഴിഞ്ഞ് പ്രത്യേക ദുആ കൊണ്ടുവന്ന ശേഷം സലാം വീട്ടണം. അതിനുശേഷമുള്ള ദുആ അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു, ആ ദുആ ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനം വരെ ചൊല്ലി സലാം വീട്ടണം. ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് ഫർള്. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടത് ആദ്യത്തെ സലാം വീട്ടലാണ്. രണ്ടാമത്തേത് സുന്നത്താണ്. രണ്ടാമത്തെ സലാം വീട്ടൽ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിൻ്റെ വചനം. സലാം വീട്ടേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്. വറഹ്മത്തുള്ള എന്ന് കൂടി പറയൽ സുന്നത്തുണ്ട്. അപ്പോൾ സലാം വീട്ടേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നാണ് സലാം വീട്ടേണ്ടത്. കുട്ടികൾ ഓരോരുത്തരായി നിസ്കരിക്കാൻ തയ്യാറായി. ഒരു കാര്യം കൂടി ഉസ്താദ് പറഞ്ഞു, പഠിച്ച എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റാതെ ചെയ്യണം. ഇതിന് തർത്തീബ് എന്ന് പറയും. അതും ഫർള് തന്നെ. നിസ്കരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ക്രമം തെറ്റാതെ ചെയ്യണം. അത് നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഫർളാണ്, ക്രമം തെറ്റാതെ ചെയ്യൽ. അതിന് തർത്തീബ് എന്ന് പറയുന്നു. ഈ പാഠഭാഗത്ത് പഠിച്ച നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ നിസ്കാരത്തിൻ്റെ 10ാമത്തെ ഫർളാണ്. 11ാമത്തെ ഫർള് അവസാനത്തെ അത്തഹിയാത്തിൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 12ാമത്തെ ഫർള് അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കൽ. 13ാമത്തെ ഫർള് ഒന്നാം സലാം വീട്ടൽ. 14ാമത്തെ ഫർള് ക്രമപ്രകാരം ചെയ്യൽ, തർത്തീബ് അഥവാ ക്രമം തെറ്റാതെ ചെയ്യൽ. അതാണ് നിസ്കാരത്തിൻ്റെ 14ാമത്തെ ഫർള്. ഈ ഫർളുകളാണ് ഈ പാഠത്തിൽ പഠിച്ചത്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം.
1. ഇരുത്തം പരിശീലിക്കാം. ഇതിൽ പഠിച്ച ഇരുത്തങ്ങൾ പരിശീലിക്കാം. 1. തവറുക്ക്. തവറുക്കിൻ്റെ ഇരുത്തം എങ്ങനെയാണ് ഇരിക്കേണ്ടത്? വലതുകാലിൻ്റെ വിരലുകളുടെ പള്ള നിലത്ത് കുത്തി ഇടതുകാലിൻ്റെ പാദം പുറത്തേക്ക് തള്ളി വെച്ച് ബാക്ക് ഭാഗം നിലത്ത് പതിഞ്ഞ രൂപത്തിൽ ഇരിക്കുക. ഇതിനാണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഇത് പരിശീലിക്കുക, ഇത് ഇരുന്ന് ശീലിക്കുക. 2. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്? വലതുകാലിൻ്റെ വിരലുകളുടെ പള്ള നിലത്ത് കുത്തി വലതുകാൽ നാട്ടി വെച്ച് ഇടതുകാലിൻ്റെ പുറം ഭാഗം പരത്തി വെച്ച് ഇടതുകാലിന്മേൽ ഇരിക്കുക. ഇതിനാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഇത് ഇരുന്ന് ശീലിക്കാം. 2. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇരിക്കുന്നു? ഈ ഇരുത്തം ഏതെല്ലാം സന്ദർഭങ്ങളിലൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ അത്തവറുക്കും. തവറുക്കിൻ്റെ ഇരുത്തം എപ്പോഴാണ് ഇരിക്കേണ്ടത്? അവസാനത്തെ അത്തഹിയാത്തിൽ. തവറുക്കിൻ്റെ ഇരുത്തം അവസാനത്തെ അത്തഹിയാത്തിൽ. 2. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും ആദ്യത്തെ അത്തഹിയാത്തിലും. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും ആദ്യത്തെ അത്തഹിയാത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അടുത്തത് സുന്നത്ത്, ഫർള് ഇവ വേർതിരിക്കുക. 2. സലാം വീട്ടൽ. 2. സലാം വീട്ടൽ നിസ്കാരത്തിൻ്റെ സുന്നത്താണ്. ളുഹ്ർ നിസ്കാരത്തിലെ ആദ്യത്തെ അത്തഹിയാത്ത്. ളുഹ്ർ നിസ്കാരത്തിലെ ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. സുബ്ഹ് നിസ്കാരത്തിലെ അത്തഹിയാത്ത്. സുബ്ഹ് നിസ്കാരം നമുക്കറിയാം 2 റക്അത്താണ് അല്ലേ? അപ്പോൾ അതിലോതുന്ന അത്തഹിയാത്ത് നിസ്കാരത്തിൻ്റെ ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്താണ് ഓതേണ്ടത്. അടുത്തത് അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കൽ. അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. 1. സലാം വീട്ടൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. ക്രമം തെറ്റാതെ ചെയ്യൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. 4. നോക്കാം. നിരീക്ഷിച്ചു കണ്ടെത്തുക. ആദ്യത്തെ സലാം വീട്ടുമ്പോഴും രണ്ടാമത്തെ സലാം വീട്ടുമ്പോഴും എങ്ങോട്ട് തിരിയണം, എങ്ങനെ തിരിയണം? ആദ്യത്തെ സലാം വീട്ടുമ്പോൾ വലതുഭാഗത്തേക്കും രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ ഇടതുഭാഗത്തേക്കും തിരിയണം. എങ്ങനെ തിരിയണം എന്നതിൻ്റെ ഉത്തരം മുഖം മാത്രമാണ് തിരിയേണ്ടത്. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.